വളരെ ശുഭാപ്തിവിശ്വാസത്തിലാണ് UDF ഉള്ളത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. ഇപ്പോൾ വിവിധ ജില്ലകളിലെ ഒക്കെ തന്നെ കണക്കുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ലീഗിൻ്റെ കമ്മിറ്റികളൊക്കെ ജില്ലകളിൽ ചേർന്നു. പ്രത്യേകിച്ച് മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലം ലീഗ് മത്സരിക്കുന്ന അവിടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ചേർന്നിട്ട് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ കണക്കുകളൊക്കെ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുള്ള വിജയമാണ് അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. മുൻപുള്ള ആ ഭൂരിപക്ഷത്തോടെ തന്നെ അവിടെ വിജയിക്കാൻ പറ്റും. പൊന്നാനിയിലും മലപ്പുറത്തും അങ്ങനെയാണ്. പിന്നെ UDF നിലനിൽക്കുക എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരിച്ചതെന്നുള്ള ആ ഒരു മനോഭാവത്തോടെയാണ് അവിടെ ഞങ്ങളെല്ലാം ഇലക്ഷനെ കൈകാര്യം ചെയ്തത്. അപ്പം അതിൻ്റെയൊക്കെ നല്ലൊരു വിജയം അവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. സ്ഥാനാർത്ഥികൾക്കൊന്നും പറയാലോ. അവിടെ UDFും LDFുമാണ് മത്സരിച്ചത്. അത് UDF ആണ് പൊന്നാനിയിൽ സ്ഥിരം ജയിക്കാറുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയെ പറ്റിയിട്ട് സംസ്ഥാന നേതാവ് ഉമർ ഫൈസിമുക്കും ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. മാറ്റണമെന്ന് അടക്കമുള്ള അങ്ങനെ എന്തെങ്കിലും എന്ത് വിഷയം അഡ്രസ് ചെയ്യുന്നുണ്ടോ? ഇപ്പം ലീഗിൻ്റെ ആഭ്യന്തര കാര്യമല്ലേ, ലീഗല്ലേ തീരുമാനിക്കേണ്ടത്. ലീഗിൻ്റെ ഭാരവാഹികൾ ആരായിരിക്കണം എന്നൊക്കെ മുസ്ലിം ലീഗാണ് തീരുമാനിക്കുക. മുസ്ലിം ലീഗിൻ്റെ കൗൺസിലുണ്ട്, അതിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അവരൊക്കെയാണല്ലോ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, സമസ്തയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. സമസ്ത അങ്ങനെ പറയില്ല. ഒറ്റപ്പെട്ടതല്ല എന്ന് പറയുന്നുണ്ട്. അത് SKSF നേതാക്കളാണ് പറയുന്നത്.